അസ്സലാമു അലൈക്കും. ഇസ്ലാമിൽ കുടുംബം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നല്ല ഭാര്യയും സ്വാലിഹായ സന്താനങ്ങളും ഒരു വിശ്വാസിയുടെ കണ്ണിന് കുളിർമയാണ്. എന്നാൽ അത് ലഭിച്ചാൽ നന്മയിൽ നിലനിർത്താനും ഏറ്റവും വലിയ മാർഗം ദുആയാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്നും കാക്കുക. അതുകൊണ്ട് സത്യവിശ്വാസത്തിലൂടെ മക്കളെ വളർത്തുകയും അതേ വഴിയിലൂടെ ഭാര്യമാരെ നയിക്കുകയും ചെയ്യേണ്ടത് ഭർത്താക്കന്മാരുടെ കർത്തവ്യമാണ്. അവർ തെറ്റായ വഴിയിലൂടെ ചലിച്ചാൽ അതിനുത്തരവാദികൾ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് അവരുടെ ഉന്നതിക്കും വിജയത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി ഈ ദുആ എന്നും പതിവാക്കുക. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അർത്ഥം: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും ഞങ്ങളുടെ കണ്ണിന് കുളിർമയാക്കുകയും ഞങ്ങളെ സത്യനിഷ്ഠരുടെ നേതാക്കളാക്കുകയും ചെയ്യണമേ. ഇത് ഒരു സാധാരണ ദുആ അല്ല. ഒരു മുസ്ലിമിന്റെ കുടുംബജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യവും ഈ ദുആയിൽ ഉൾക്കൊള്ളുന്നു. ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ആരോഗ്യവും ഈമാനും നല്ല സ്വഭാവവും ലഭിക്കാൻ സ്ഥിരമായി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. പരസ്പര ദുആ കുടുംബത്തിൽ സ്നേഹവും ബർക്കത്തും വർദ്ധിപ്പിക്കും. അതുപോലെ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പോലും സന്താനങ്ങൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്തിരുന്നു: എന്റെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്ന് എനിക്ക് നല്ല സന്താനത്തെ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു: എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: 3 ദുആകൾ അള്ളാഹു ഉറപ്പായും സ്വീകരിക്കപ്പെടും: പീഡിതന്റെ ദുആ, യാത്രക്കാരന്റെ ദുആ, അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. അതുകൊണ്ട് മക്കളെ ശപിക്കുന്നതിന് പകരം അവരുടെ നന്മയ്ക്കായി നമ്മൾ ദുആ ചെയ്യണം. ദുആയോടൊപ്പം കുട്ടികൾക്ക് നല്ല മാതൃകയും നല്ല വിദ്യാഭ്യാസവും മാതാപിതാക്കൾ നൽകണം. അതുപോലെ കുട്ടികളെ എന്നും ഖുർആൻ ഓതാൻ പരിശീലിപ്പിക്കണം. ദുആയും പരിശ്രമവും ഒരുമിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കും. ഓരോ ദിവസവും നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണ് നല്ല ഭാര്യയും സ്വാലിഹായ സന്താനങ്ങളും. അത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിക്കാനും ലഭിച്ചതിനെ നന്മയിൽ നിലനിർത്താനും ഏറ്റവും ശക്തമായ ആയുധം ദുആയാണ്. അതിനാൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദിവസവും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു കുടുംബം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ മക്കളെ ഈമാനിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിൽ വളർത്താം. അപ്പോൾ അള്ളാഹു നമ്മുടെ വീടുകളിൽ സമാധാനവും ബർക്കത്തും ചൊരിഞ്ഞു തരും. അള്ളാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണമേ. അവരെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിൽ ജീവിക്കുന്നവരാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഈമാനും സ്നേഹവും ബർക്കത്തും ചൊരിഞ്ഞു തരണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.